ഈ രാജ്യത്തെ ജനതയെ വീണ്ടും ഭിന്നിപ്പിക്കാൻ പുറത്തു നിന്ന് വന്ന ഭിന്നിപ്പിന്റെ ശക്തികൾ ഡിവൈഡ് ആൻഡ് റൂളിലൂടെ ഒരു കാലത്ത് നമ്മെ ഭിന്നിപ്പിച്ച് ഭരിച്ചവർ. ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് ഞാൻ എന്റെ സ്വന്തം നിലയിൽ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഒരു പദമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളുമൊക്കെ പാഠപുസ്തകങ്ങളിൽ ഇന്നലകളിൽ ഇന്നും ഇന്നുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയിലെ ഭരണം ഉറപ്പിക്കാനുള്ള അടിസ്ഥാന നയം, അടവ് നയം ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, വിദേശി കടന്നു വന്നാൽ സ്വദേശിയെ ഭരിക്കണമെങ്കിൽ അവന് സ്വദേശി ജനതയെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഭിന്നിപ്പിക്കുന്നവരോട് സന്ധി ചെയ്യാൻ സന്നദ്ധമല്ലെന്ന് ഇന്ത്യൻ ജനതയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും ബുദ്ധനും ജൈനനും ഒക്കെ ഒരുമിച്ച് തീരുമാനിച്ചപ്പോ ഗത്യന്തരമില്ലാതെ കെട്ടുകെട്ടേണ്ടി വന്ന അവരെ ഈ രാജ്യത്ത് നിന്ന് നമ്മൾ പുറന്തള്ളിയത് അവരെ നമ്മെ ഭിന്നിപ്പിച്ചതുകൊണ്ടാണ്. ഗാന്ധിജിക്ക് വിദേശിയോട് വെറുപ്പൊന്നുമില്ല. ജമിയത്തുൽ ഉലമായ ഹിന്ദിനും വിദേശിയോട് വെറുപ്പില്ല. വിദേശി സ്വദേശി അതിർവരമ്പുകൾ മനുഷ്യൻ തീർത്തതാണ്. സ്വന്തം രാഷ്ട്രത്തിന്റെ സുരക്ഷതയ്ക്ക് വിഘാതമാകാത്തിടത്തോളം കാലം അയൽപക്ക രാജ്യങ്ങളെ വെറുപ്പോടെ ശത്രുതയോടെ കാണണമെന്ന് വിചാരിക്കുന്നവരല്ല ഇന്ത്യൻ ജനത. അത് മനുഷ്യത്വത്തിന്റെ തേട്ടമാണ്. ഗാന്ധിജിക്കതില്ല. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവും സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് മഹാനായ വള്ളത്തോൾ നാരായണ മേനോൻ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലൂടെ മലയാളത്തെ പഠിപ്പിച്ച ഗാന്ധിജിക്ക് ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെയും സൽഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു മഹാവിശിഷ്ട വ്യക്തിത്വമായിരുന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് വെള്ളക്കാരന്റെ തൊലിവെളുപ്പിനോടല്ല വിരോധം, അവൻ സംസാരിച്ച ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിരോധം. പിന്നെ എന്താണ് അവരെ എതിർക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്? ഇന്ത്യൻ ജനതയെ അവർ നമ്മെ ഭിന്നിപ്പിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഭിന്നിപ്പിന്റെ ശക്തികളെ ഇന്ത്യ പൊറുക്കില്ല. അത് ഇന്ത്യയുടെ പൈതൃകമാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം കുറവുകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ടെങ്കിലും ഇന്ത്യ പതിറ്റാണ്ടുകളോളം 5ഓളം പതിറ്റാണ്ട് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചില്ല. കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, ഒക്കെ ഉണ്ട്. ഉണ്ടെന്ന് പറയുന്നവരാ നമ്മൾ, ഇല്ലാതിരിക്കില്ലല്ലോ ഉള്ളത്. പക്ഷേ അവർ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് ഇന്ത്യ നിവാസികളുടെ ഒരു നയമേ ആയിരുന്നില്ല, അത് വിദേശിയുടെ നയമായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേവലം 10-15 വർഷം മാത്രമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ഭരണവർഗം, അവർ ബ്രിട്ടീഷുകാരെന്താണോ ഇന്ത്യൻ ജനതയോട് കാണിച്ചത് അതിനേക്കാൾ ക്രൂരമായി, കിരാതമായി ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുകയാണ്. ഭിന്നിപ്പിക്കൽ മാത്രമാണ് അവരുടെ നയം. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെയും, അത്രയും ഭൂരിപക്ഷമല്ലെങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്ത 25%-ഓളമുള്ള 35 കോടിയിലധികമുള്ള ഇന്ത്യൻ മുസ്ലിമീങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചവർക്കിടയിൽ വൈരം വാരി വിതറി അവർ തമ്മിൽ ഒരുമിച്ച് ഇവിടെ കഴിയാൻ പാടില്ല, അവർക്കിടയിൽ വെറുപ്പ് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കണമെന്ന പദ്ധതിയുമായി ഇന്നത്തെ ഇന്ത്യയുടെ അധികാരിവർഗം, ഭരണവർഗം മുന്നോട്ട് പോകുകയാണ്. അതിനോടാണ് യഥാർത്ഥത്തിൽ അന്ന് ബ്രിട്ടീഷുകാരോട് പൊരുതിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനെ അക്കാര്യത്തിൽ ഇന്നും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ആ വൈരത്തിന്റെ സന്ദേശത്തിനെതിരെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വക്കാലത്ത് പറയുകയല്ല, പക്ഷെ അങ്ങനെ പറയാൻ
ഇന്ന് നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ, അപ്പുറത്തുമുണ്ട്. നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ ഇന്നലത്തെ രാജ്യസഭയിലെ പ്രസംഗം ഞാൻ കേട്ടു. കോൾമേയർ കൊണ്ടുപോയി അംഗീകരിക്കണം നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളെ. അവരിന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ മുഖങ്ങളാ. അവരെ നമ്മൾ മാനിക്കുമ്പോ ഈ വൃത്തികെട്ട ഭരണവർഗം ഇന്നലെ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ എന്ത് ചെയ്തോ, എന്ത് അപരാധം കാരണമാണോ സമാധാനകാംക്ഷിയായ ഗാന്ധിജിയെ സമരഭൂമികയിൽ സജീവമാക്കാൻ മാത്രം അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്, ആ അതേ നയം ഡിവൈഡ് ആൻഡ് റൂൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്തുക എന്ന പദ്ധതിയുമായി ഇന്ന് ഈ ഭരണവർഗം മുന്നോട്ട് പോവുക. ആ മുന്നോട്ടുള്ള പോക്കിന് തടയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത്, നാമാവശേഷമാകുന്നത് നമ്മുടെ രാജ്യമാണ്. നമുക്കിന്നറിയാം, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കേണ്ടുന്ന ഒരു രാജ്യമാണ്. ജനസംഖ്യയിൽ തന്നെ ലോകത്ത് നമ്മൾ ഒന്നാമത് നിൽക്കേണ്ടതാണ്. ജനസംഖ്യ എന്ന് പറയുന്നത്, ജനങ്ങൾ, ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ആ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണെന്ന് വിചാരിക്കുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങളുടെ അംഗസംഖ്യ അതൊരു രാജ്യത്തിന് അപകടമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധർ നമുക്ക് കാണാം. ലോകത്തെ ഏറ്റവും വമ്പൻ കുതിപ്പ് നടത്തുന്ന ചൈനയാണ് ജനസംഖ്യയിൽ നമ്മളുടെ മുമ്പിലല്ലെങ്കിൽ രണ്ടാമത് നിൽക്കുന്നത്. നമ്മളിപ്പോ ഒന്നാമതാ. നമ്മൾ ജനസംഖ്യ കൂടിയപ്പോ നമ്മൾ താഴോട്ടൊന്നും അല്ല പോയത്, നമ്മൾ മുന്നോട്ടാ. സ്വാതന്ത്ര്യം കിട്ടുമ്പോ 35 കോടിയേ നമ്മളുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടുമ്പോ 35 കോടിയേ ഉള്ളൂ. ആ 35 കോടിയിൽ പാകിസ്ഥാന്റെ 25 കോടി, ഇപ്പോ 25 കോടിയായ പാകിസ്ഥാനുണ്ട്. 20 കോടിയോളമുള്ള ബംഗ്ലാദേശിയുണ്ട്. 40 കോടിയായി ഇന്ന് വളർന്ന ഇന്ത്യയുണ്ട്. ഇതെല്ലാം ചേർന്നാൽ 200 കോടിയോളം വരുമായിരുന്ന ഒരു ജനതയുടെ മനുഷ്യ വിഭവശേഷിയെ തകർത്ത് തരിപ്പണമാക്കി അവരെ ഭിന്നിപ്പിച്ചാലല്ലാതെ ഈ ശക്തിയെ, ബ്രിട്ടീഷുകാരന്റെ വംശീയ മേധാവിത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ മഹാശക്തിയെ തകർക്കാനാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ നടത്തിയ ആ ഭിന്നിപ്പിന്റെ അതേ നയതന്ത്രം ഇന്ന് പയറ്റുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകർത്താക്കളാണ്. അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളല്ല, ന്യൂനപക്ഷമാണ്. ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ അംഗസംഖ്യയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് 100 പേർ വോട്ട് ചെയ്യുമ്പോ 64 പേർ നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ട എന്ന് വോട്ട് ചെയ്യുമ്പോഴാണ് 34 പേർ, 6 പേർ മാത്രം വോട്ട് ചെയ്ത 100 പേരിൽ 36 പേര് മാത്രം വോട്ട് ചെയ്തവർ യഥാർത്ഥത്തിൽ എവിടെയാ? അവരിന്ന് അധികാരത്തിലിരിക്കുകയാ. ഇത് ജനാധിപത്യത്തിന്റെ നന്മയെ കുറിച്ച് നമ്മൾ വാചാലമാകുമ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ ഒരു ശാപമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത 100 പേർ, വോട്ട് ചെയ്യാത്തവര് പോട്ടെ, വോട്ട് ചെയ്ത 100 പേരിൽ 36 പേരല്ലാതെ ഇന്ത്യ ഈ 15 വർഷമായി ഭരിക്കുന്നവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. എല്ലാ ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങളും അവർ മാറി മാറി പയറ്റിയിട്ടും ഹിന്ദു വികാരത്തെ ആഗോളം ഉത്തേജിപ്പിക്കാൻ വേണ്ടി 3000 കോടി മുതൽ മുടക്കി പട്ടേൽ പ്രതിമ പണിതിട്ടും രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ പോലും അവരെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്ത ജനതയാണ് ഇന്ത്യൻ ജനത. അങ്ങനത്തെ മതേതരത്വത്തെ ജീവവായു പോലെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ ഉദാര മനസ്ഥിതിയിൽ വിഷം കലക്കി ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫിലുള്ള ഇപ്പോഴത്തെ ഇടപെടൽ. വഖഫാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. വഖഫ് യഥാർത്ഥത്തിൽ എന്താണ് വഖഫ് ഇത്ര വലിയൊരു പ്രയാസകരമായ സംഗതിയായി മാറിയത്? ഭയപ്പെടുത്തുന്ന ഒരു സംജ്ഞയായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ വഖഫ് മാറിയത് എങ്ങനെയാണ്? ഒരിക്കലും വഖഫ് അങ്ങനെ മാറേണ്ട ഒരു സംഗതിയല്ല. വഖഫ് ഇവിടെ ജമിയത്തുൽ ഉലമാ ഹിന്ദ് വഖഫ് സംരക്ഷണം രാഷ്ട്ര ദൗത്യം എന്ന ഈ ടൈറ്റിൽ കണ്ടിട്ട് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുത്ത ഈ ടൈറ്റിൽ ക്യാപ്ഷൻ അതിഗംഭീരമായിരിക്കുന്നുവല്ലോ എന്ന്. അതിൽ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവനുണ്ടല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്? ഈ പറയുന്നതിന്റെ അർത്ഥം വഖഫ് എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ പള്ളിയും മദ്രസയും പണിത് അതിനകത്ത് കുറെ ആരാധനകൾ കൊണ്ടു നടത്തുന്നതിന്റെ പേരാണ് വഖഫ്. ഈ അബദ്ധ സങ്കല്പത്തെയാണ് ജമിയത്തുൽ ഉലമ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് ഈ രാജ്യനിവാസികൾ തിരിച്ചറിയേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ ധാരണ. അതാ പ്രിയപ്പെട്ടവരെ, വഖഫ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ
ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ കനത്ത സംഭാവനയുടെ പേരാണ് വഖഫ്. ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ ഹൃദയമായി, ഈ രാഷ്ട്രത്തിന്റെ ചങ്കായി നിലനിൽക്കുന്ന, രാഷ്ട്രത്തിന്റെ കരളായി നിലനിൽക്കുന്ന പല കേന്ദ്രങ്ങളും വഖഫിൽ കെട്ടിപ്പടുത്തതാണ് എന്ന് ഈ രാജ്യത്ത് പലർക്കും അറിയില്ല. വഖഫാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആധാര ഭൂമികയായി നിലയുറപ്പിക്കുന്നത്. ആ വഖഫിനെ ഇത്തരത്തിൽ വഖഫാക്കി മാറ്റിയതിന്റെ പിന്നിലുള്ളത് എന്തെന്നറിയോ? മഹാനായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരടിസ്ഥാന സങ്കല്പമുണ്ട്, ഇവിടെ പറയപ്പെടുകയുണ്ടായി. അള്ളാഹു പറയുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഏ മനുഷ്യരെ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞാൻ എന്തെല്ലാം സുഖ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം കൊണ്ട് നിങ്ങൾ പരലോകം വെട്ടിപ്പിടിക്കുക. ഈ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസം, ഈ ലോകത്ത് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം ഇവിടെ ആനന്ദിച്ച് ആസ്വദിച്ച് അർമാദിച്ച് അവസാനിപ്പിക്കാനുള്ളതാണെന്നല്ല, മറിച്ച് ഈ ലോകത്തെ ജീവിതം ഒരു പരീക്ഷണമാണ്. നിങ്ങളുടെ ശരീരം വളരെ ചെറുതാണ്, ഭൂമിക്കുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തൊതുങ്ങാത്ത പരലോകത്തിനുള്ളതാണ്, സ്വർഗസീമകൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നിങ്ങൾ കേവലം 6 അടി ഉയരമുള്ള നിങ്ങൾക്ക് അടുത്ത ജംഗ്ഷനിൽ നടന്നെത്താൻ 10 മിനിറ്റ് വേണ്ടി വരുമെങ്കിൽ, ഈ ഭൂമിയിൽ ഒതുങ്ങാത്ത നിങ്ങളുടെ ആത്മാവിന്റെ പ്രതിസ്പന്ദമായ നിങ്ങളുടെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിന് വാഷിംഗ്ടണിലൂടെ പാറി നടക്കാം. ഈ നിമിഷങ്ങളിൽ ഷാർജയിലൂടെ, റാസൽ കൈമയിലൂടെ, പാരീസിലൂടെ ഇപ്പോഴും പാറി നടക്കുകയാണ്. സൗരയൂഥ സീമകൾ താണ്ടിപ്പറക്കുന്ന ഒരു മനസ്സുണ്ട്. ഇസ്ലാമിക സങ്കല്പത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് 6 അടി ബോഡിയുള്ള ഈ ഭൗതിക ശരീരമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ഒതുങ്ങാത്ത ആത്മാവ്, മനസ്സിന്റെ അസ്തിത്വമാണ്. ആ ആത്മാവിനെ വളർത്തണമെങ്കിൽ അത് ഉദാരമാകണം, വിഭാഗീയതകൾക്ക് അതീതമാകണം, അത് സങ്കുചിതത്വത്തിനും വെറുപ്പിനും അതീതമാകണം. അത് എല്ലാ ആത്മദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശമാണ്. എന്താ അത് പറയുന്നത്? അയം നിജ പരോവേദി ഗണനാം ലഘുചേതസ, അയം നിജ പരോവേദി ഗണനാം ലഘുചേതസ, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഞാൻ നീ എന്ന് മനുഷ്യരെ ഭിന്നിപ്പിച്ച് വേർതിരിവ് കൽപ്പിക്കുന്നവൻ ലഘുചേതസ, കുഞ്ഞു മനസ്സിന്റെ ഉടമയാ. 6 അടിയേക്കാൾ, അവന്റെ ബോഡിയേക്കാൾ ചെറിയ മനസ്സാണ് അവന്റെ. നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉള്ള പോലെ മനസ്സ് കുഞ്ഞ, ശിശുവിന്റെ മനസ്സാ. മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ അറിയൂ. ഗതികേടാണ്, മനുഷ്യത്വത്തിന്റെ ഗതികേടാണ്. അത്തരം ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് മാനക്കേടാണ്. നമുക്ക് മാനക്കേട്, മനുഷ്യത്വത്തിന് മാനക്കേടാണ്. വേദങ്ങൾ തന്നെ നമ്മോട് പറയുന്നത് അയം നിജ പരോവേദി ഗണനാം ലഘുചേതസ, മനസ്സ് ചെറുതായവനാണ്. മനുഷ്യരെ മനസ്സ് ചെറുതാക്കരുതേ, മനസ്സാണ് നീ, മനസ്സുകൊണ്ട് നിങ്ങൾ വലുതാവുക. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ആരാണ് യഥാർത്ഥത്തിൽ വലിയ മനസ്സിന്റെ ഉടമ? വലിയ മനസ്സിന്റെ ഉടമ ആരാണ്? ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി. ഗാന്ധിജിയെ കുറിച്ചാണ് വള്ളത്തോൾ ഇത് പറഞ്ഞതെങ്കിൽ ലോകമേ തറവാട്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, അൽ ഖൽഖു ഇയാലുല്ലാഹ്, അൽ ഖൽഖു ഇയാലുല്ലാഹ്, മനുഷ്യരെല്ലാം ദൈവത്തിന്റെ കുടുംബമാ. ഇങ്ങനെ വിചാരിക്കുന്ന മനുഷ്യനെ ഈ ലോകത്ത് നന്മ ഉണ്ടാക്കാൻ പറ്റൂ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ശത്രുവാണ്, അവന്റെ മതത്തിന്റെ പേരിൽ, അവന്റെ വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ലോകത്തൊരു നന്മയും ചെയ്യാനാവില്ല. അവൻ മൃഗത്തെ പോലെ ചെറിയ മനസ്സിന്റെ ഉടമയായി പതപ്പതിച്ച് ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ കന്നാലിയെ പോലെ ജീവിച്ച് ഈ മണ്ണിന്റെ അടിയിലേക്ക് വ്യർത്ഥമായ ജീവിതവുമായി അലിഞ്ഞു ചേരേണ്ടവനാണ്. പക്ഷേ അവന്റെ മനസ്സ് ഉദാരത കൊണ്ടാണ് വലുതാവുക. ഉദാരചരിതാനം തു വസുധൈവ കുടുംബകം. ഈ വസുധൈവ കുടുംബകം പാടി നടക്കുന്നു എന്ന് മേനി പറയുന്നവർ, ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ഹിന്ദുക്കളെയും പറയുകയല്ല, അവർ ഈ ആദർശം ഉൾക്കൊള്ളുന്നവരാ. ഈ വർഗീയത മുഴുവൻ പറഞ്ഞിട്ടും അവർക്ക് ഭൂരിപക്ഷം കൊടുക്കാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അവരോടാ. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഈ സമൂഹത്തോടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറയട്ടെ. ആ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്നും പഠിപ്പിച്ചത് മനുഷ്യന്റെ മനസ്സ് വലുതാക്കാനാണ്. മനസ്സ് വലുതാക്കാനുള്ള ഒരേ ഒരു ഉപായം എന്താ? അവനെ ഉദാരനാക്കി തീർക്കുക എന്നുള്ളതാണ്. ഉദാരചരിതാനാം. മനുഷ്യന്റെ മനസ്സ് എത്ര വലുതാകുന്നു അത്രയും മനുഷ്യൻ വലുതാ. എത്ര ഉദാരനാകുന്നു അത്രയും അവന്റെ മനസ്സ് വലുതാ.
അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹു തന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങൾക്ക് അള്ളാഹു തന്നത് പണമാകട്ടെ, പദവിയാകട്ടെ, അധികാരമാകട്ടെ, സ്ഥാനമാകട്ടെ, സൗന്ദര്യമാകട്ടെ, മറ്റ് സൗഭാഗ്യങ്ങൾ എന്തുമാകട്ടെ, ആരോഗ്യമാകട്ടെ, അതുകൊണ്ട് നിങ്ങൾ പരലോകം അനന്തമായി ചേക്കേറാൻ വേണ്ടി നിന്റെ മനസ്സ് തുടികൊട്ടുന്ന ഇവിടെ ഒതുങ്ങാതെ, ഞാൻ ഈ ലോകത്തിന്റെ അടിമയല്ല, ഞാൻ പരലോകത്തിന് വേണ്ടി കൊതിക്കുന്നു എന്ന് നിന്നോട് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിൽ അനന്തതകളിലേക്ക് ചിറകടിച്ച് പറക്കാൻ കൊതിക്കുന്ന നിന്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ വലുതാക്കി പരലോകം വെട്ടിപ്പിടിക്കുക. കൈ കിട്ടിയത് എന്തുണ്ടെങ്കിലും അതുകൊണ്ട് പരലോകം നേടാൻ നോക്കണം. 50,000 കോടിയുണ്ട്, എനിക്കും എന്റെ മക്കൾക്കും എന്റെ കെട്ടിയോക്കും കുട്ടിയോക്കും ഒന്ന് മാത്രം തീരുമാനിച്ച അവൻ എന്തിനു കൊള്ളാം? അവന് പരലോകമില്ല. ഇത് ഇസ്ലാമിക ദർശനമാണ്. ഉദാരത, ദാനധർമ്മം എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ആളുകളുടെ ഉദാരന്മാരുടെ സൗജന്യമല്ല, മനുഷ്യനാകാനുള്ള അവന്റെ ആത്മാവിനെ ആകാശത്തോളം വളർത്തി ആകാശ സീമകളിൽ അവന്റെ റിയൽ എബോർഡ്, യഥാർത്ഥ താവളം ഉറപ്പിക്കാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുവർണാവസരമാണ് അവൻ ഉദാരനാവുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പരലോകം കയ്യിൽ കിട്ടിയത് കൊണ്ട് പരലോകം വെട്ടിപ്പിടിക്കുക. നിനക്കല്ലാഹു നിനക്കുള്ള ഭൂമിയിലെ വിഹിതം നീയൊട്ട് മറക്കുകയും വേണ്ട. എല്ലാം വലിച്ചെറിഞ്ഞ് സന്യാസിയെ പോലെ ജീവിക്കണ്ട. നിനക്ക് അനുവദിക്കപ്പെട്ട ഭൗതിക ലോകത്തെ വിഹിതങ്ങൾ, വിഭവങ്ങൾ അത് നീ മറക്കുകയും വേണ്ട. അത് നിനക്കുള്ളതുമാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. നിനക്ക് അല്ലാഹു ഉപകാരം ചെയ്ത പോലെ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക്, സമസൃഷ്ടങ്ങൾക്ക് നീയും ഉപകാരം ചെയ്യുക. ഇതാണ് ഖുർആന്റെ മെസ്സേജ്. നിനക്ക് അല്ലാഹു ഉപകാരം ചെയ്തെങ്കിൽ ചെയ്ത ഉപകാരത്തിന്റെ പങ്ക് നൽകി നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. ഇസ്ലാമിന്റെ ദർശനം, വിഭാവനം എന്തെന്നറിയോ? എന്താണ് ദാനം ചെയ്യേണ്ടത്? എല്ലാം കഴിച്ച് മിച്ചമുണ്ടായിട്ട് തനിക്കും തന്റെ 10 തലമുറയ്ക്കും അനുഭവിച്ചാലും തീരാത്തത് മുഴുവൻ ബാങ്ക് ലോക്കറിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ട് പിന്നെ വല്ല മിച്ചം കിട്ടുന്നതിൽ നിന്നും വെള്ളിത്തുട്ടുകൾ വലിച്ചെറിഞ്ഞ് ദാനത്തിന്റെ കടമ തീർക്കാൻ ശ്രമിക്കുന്നവനല്ല മുസ്ലിം. മറിച്ച് മുസ്ലിം എന്ന് പറയുന്നത് എന്താണ് ചെലവാക്കേണ്ടതെന്ന് നബിയെ അവർ അങ്ങയോട് വന്ന് ചോദിക്കും. ചെലവാക്കിയേ പറ്റൂ, ചെലവാക്കണമെന്ന് അങ്ങ് അവരോട് പറയുമ്പോ അള്ളാഹുവും അവന്റെ പ്രവാചകനും പറയുന്നത് എന്തും ചെയ്ത് പരലോകം സ്വന്തമാക്കുക എന്ന ഏകമുഖ ലക്ഷ്യവുമായി ജീവിക്കുന്ന താങ്കളുടെ അനുയായികൾ താങ്കളോട് വന്ന് ചോദിക്കും, അനിൽ മാതായും എന്താണ് ഞങ്ങൾ ചെലവാക്കേണ്ടത്? പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ, ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചെലവാക്കാനല്ലെങ്കിൽ പിന്നെന്തിനാന്ന്? ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചെലവാക്കാനെന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ദർശനം ഏറ്റുവാങ്ങിയതിന്റെ പേരിലാണ് ഈ ലോകത്തും രാജ്യത്തും വഖഫുണ്ടായത് എന്ന് അറിയാത്തവർ അറിയണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു വലിയ തോട്ടം അദ്ദേഹത്തിന്റെ കൈവശം വന്നു ചേർന്നു. അദ്ദേഹം പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ കൈവശം ഒരു മികച്ച തോട്ടം വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ പരലോകമാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ തോട്ടം ഞാൻ എന്ത് ചെയ്യണം? എന്റെ ജീവിതത്തിൽ ഇത്രയും അമൂല്യമായ ഒരു വിഭവം, ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു സമ്പാദ്യം എനിക്ക് ഇന്നോളം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ താങ്കൾ വിചാരിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രോപ്പർട്ടി അങ്ങനെ നിലനിർത്തിയിട്ട് അതിന്റെ വരുമാനത്തെ, അതിന്റെ ഗുണങ്ങളെ ആളുകൾക്ക് ദാനം ചെയ്യാം. പ്രവാചകൻ പറഞ്ഞു, പ്രോപ്പർട്ടി നിലനിർത്തുക, എന്നിട്ട് അതിന്റെ പ്രയോജനങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്യുക. ഇതാണ് ഏറ്റവും മികച്ചതെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു. ഇന്നഹു ലാ യുബാഉ അസ്ലുഹാ. അതിന്റെ പ്രോപ്പർട്ടി, അതിന്റെ അസൽ പ്രോപ്പർട്ടി വിൽക്കപ്പെടരുത്, വിൽക്കാനേ പാടില്ല. ആരുടെ? ഉമറിന്റെ പ്രോപ്പർട്ടി. അങ്ങനെ ദാനം ചെയ്താൽ പിന്നെ ഉമറെ നീ വിൽക്കരുത്. വലാ യൂഹബു, പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് ദാനവും ചെയ്യരുത്. അത് പൊതു സ്വത്തായി സമൂഹത്തിന് ഉപകാരപ്പെടും വിധം നിലനിൽക്കണം. വലാ യൂറതു, നിന്റെ അവകാശികൾക്ക്, ഇബ്നു ഉമർ അടക്കമുള്ള നിന്റെ മക്കൾക്കും ഇനി അത് കൊടുത്തൂടാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിൽ നിന്ന് തനിക്കുള്ളതിൽ ഏറ്റവും വിലപ്പെട്ടത് പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി പരലോകം സ്വന്തമാക്കാൻ വേണ്ടി കൊടുത്ത ഉമറുൽ ഫാറൂഖിന്റെ
ആ അനുയായികൾ പിന്മുറക്കാരായ മുസ്ലിം സമുദായം എല്ലാ കാലത്തും അവരുടെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ട്. സാധുക്കൾക്ക് അതിൽ നിന്ന് ദാനം ചെയ്യുക, ബന്ധുക്കൾക്കും അടിമകൾക്കും അവരുടെ മോചനത്തിന് വേണ്ടിയും, ദൈവമാർഗത്തിലും, വഴിയാധാരമായവരുടെ സുരക്ഷിതത്വത്തിനും, അതിഥി സൽക്കാരത്തിനും, മിഹ്മാൻ ഖാനകൾ സൽക്കാര കേന്ദ്രങ്ങൾ പണിത് കൊടുക്കാനും ഒക്കെയായി താങ്കൾക്ക് അതിന്റെ വിഹിതം വിനിയോഗിക്കാം. അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് മാന്യമായി അതിൽ നിന്ന് അത് ഭക്ഷിക്കാം, അത് അനുഭവിക്കാം, മാന്യമായ അളവിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച അന്ന് മുതൽ ഇസ്ലാമിക സമൂഹം അവരുടെ സ്വത്തുക്കൾ വഖഫ് ചെയ്തു. ആ വഖഫാണ് ലോകം മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന്റെ പള്ളികളായി, അതുപോലെ തന്നെ മദ്രസകളായി, അതുപോലെ തന്നെ ലോകത്ത് നിന്ന് കാണപ്പെടുന്ന പലതുമായി നിലനിൽക്കുന്നത്. ഇവിടെ പക്ഷെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഈ വഖഫിന്റെ സംരക്ഷണം രാഷ്ട്രദൗത്യമാണെന്ന് നമ്മൾ പറയുന്നതിന് എന്താ അർത്ഥം? അത് മുസ്ലിങ്ങളുടെ ദൗത്യമാണെന്നല്ലേ പറയണ്ടേ? രാഷ്ട്രത്തിന്റെ ദൗത്യമാകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്വത്തുക്കൾ യഥാർത്ഥത്തിൽ വഖഫ് പ്രവാചകൻ പഠിപ്പിച്ചത് നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞു, മുസമ്മിൽ മൗലവി അത് പറയുകയുണ്ടായി. സബഉൻ തജ്രി ലിൽ അബ്ദി ബഅദ മൗതി, മനുഷ്യൻ മരിച്ചാൽ അവന്റെ ഖബറിലേക്ക് പ്രതിഫലമായി 7 കാര്യങ്ങളുടെ നന്മകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കും. പറയുക, മരിച്ചാലും അവന്റെ ആത്മാവ് അനന്തതകളിൽ ചേക്കേറുമ്പോ അവന്റെ ആത്മാവിന് പുണ്യമായി നന്മയായി ഈ ലോകത്ത് നിന്ന് നന്മകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കും. എന്തൊക്കെ ചെയ്താൽ? വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാട് ചെയ്താൽ. അറിവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായി അറിവിന് ഒരു കാലത്തും തരം തിരിച്ചിട്ടില്ല. മുസ്ലിം സ്പെയിനിൽ യൂറോപ്പിന്റെ നെഞ്ചകത്ത് 600 ആണ്ട് ഭരിച്ച ഇസ്ലാമിക സമൂഹം കൊർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോ ഖുർആൻ പഠനത്തിനും ശാസ്ത്ര പഠനത്തിനും 2 സംവിധാനം ഉണ്ടാക്കിയില്ല. അവിടെയാണ് സിൽവസ്റ്റർ രണ്ടാമനെ പോലുള്ള പിൽക്കാലത്ത് ക്രൈസ്തവ ലോകത്തിന്റെ പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത്. ഇസ്ലാമിന് വിദ്യാഭ്യാസം അത് സമഗ്രമാണ്. ഭൗതികം ആത്മീയം എന്ന വേർതിരിവ് പോലുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വഖഫ് ചെയ്യേണ്ടത് ഇൽമു പഠിപ്പിക്കാനാണ്, വിദ്യാഭ്യാസത്തിന്. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്റെ വിലപ്പെട്ട സ്വത്ത് വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത സമ്പന്നന്മാരെ ഇന്നുണ്ടെന്ന് മാത്രമല്ല, ഇന്നലകളിൽ കേരളം ദർശിച്ചതിന്റെ അനന്തരഫലമാണ് ഇന്ന് വിവാദമായി മാറിയിരിക്കുന്ന മുനമ്പത്തെ വഖഫ് ഭൂമി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാട് ചെയ്യുന്നവർ. രണ്ടാമത്തത് ആരാണെന്നറിയോ? നേരത്തെ പറഞ്ഞു, ഒരു നദി, ഒരു കനാല് ഒഴുക്കി കൊടുത്താൽ പൊതുജനാവശ്യത്തിന് വേണ്ടി. നോക്കൂ, വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? രാഷ്ട്രത്തിന് പൊതുവേ അല്ലേ? നദി ഒഴുക്കിയാൽ മുസ്ലിങ്ങൾ മാത്രമേ കുളിക്കുള്ളൂ. അല്ലെങ്കിൽ കിണർ കുഴിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ പ്ലാന്റേഷനുകൾ, തോട്ടങ്ങൾ നിർമ്മിച്ചിട്ട് അതിന്റെ പ്രയോജനം പൊതുജനത്തിന് വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ പള്ളി പണിതാൽ. 5. എല്ലാരും ഇപ്പൊ പള്ളിയിലാ കയറി, വഖഫ് തുടങ്ങണ പള്ളിയിലാ, പിന്നെ മദ്രസയില. 5 പറയുക പള്ളിയിൽ. ഈ പള്ളിയിൽ മാത്രമായി വഖഫിന്റെ ലക്ഷ്യത്തെ ഒതുക്കി കെട്ടി. അക്കാര്യത്തിൽ നമുക്കുണ്ട് പങ്ക്. നമ്മൾ യഥാർത്ഥത്തിൽ വഖഫ് കൈവശം ഉണ്ടെങ്കിൽ പോലും വഖഫിനെ ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. വഖഫിന്റെ കൃത്യമായ വിനിയോഗത്തിൽ നമ്മുടെ പൂർവികന്മാർ കാണിച്ചതുപോലുള്ള ഉത്തരവാദിത്വപൂർണമായ ബാധ്യതകള് ഏറ്റെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയപ്പോഴല്ലേ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏതാണ്ട് സ്വന്തമാണ് എന്ന് ഈ വെറുപ്പിന്റെ ശക്തികൾ പ്രചരിപ്പിച്ചപ്പോൾ ജനങ്ങൾ അതിന് വശംവദരായി പോയത്. മുസഹബ, അല്ലെങ്കിൽ മുസഹബ് ദാനം ചെയ്താൽ പഠിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, വഖഫ് എന്ന് പറയുന്നത് തനിക്ക് അല്ലാഹു നൽകിയ വിലപ്പെട്ട വസ്തുവകകൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, പരലോകത്തിന് വേണ്ടി, പരലോകത്ത് ഖബറിലായിരിക്കുമ്പോൾ ആത്മശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രതിഫലം പ്രവഹിക്കാൻ, പരലോകത്തെ അനന്തകാല ജീവിതത്തിലേക്ക് നിലയ്ക്കാത്ത പ്രതിഫല പ്രവാഹമായതൊഴുകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികന്മാർ ചെയ്ത ദാനത്തെ, അത്തരം വഖഫുകളെ വഖഫല്ലാതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ നാം പിടിച്ചെടുത്തു എന്നാ പറയണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നമ്മുടെ വഖഫുകൾ, വഖഫ് ബോർഡ് വഖഫിന്റെ ഭൂമിയിൽ
എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നറിയോ? സുപ്രീം കോടതി വഖഫ് ഭൂമിയില, ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ നിരവധി സ്ഥാപനങ്ങൾ ഡൽഹിയിൽ വഖഫിന്റെ ഭൂമിയില. ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിരോധ സേനയുടെ ഏറ്റവും അധികം ഭൂമി വഖഫാണ്. ഡൽഹി കോർപ്പറേഷന്റെ ഒരുപാട് സ്ഥലങ്ങൾ വഖഫിലാണ്. എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെടുന്ന ഭൂമി ഒരു രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വിനിയോഗിക്കപ്പെടാമെന്നുള്ളത് ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ പറഞ്ഞത് നദിയൊഴുക്കിയാൽ, കിണർ കുഴിച്ചാൽ, തോട്ടം നിർമ്മിച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഇതെല്ലാം വഖഫായി പരലോക പുണ്യമായി മാറുമെന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ വഖഫാക്കപ്പെട്ട ഈ വഖഫ് ബോർഡ് തന്നെ ഉണ്ടാക്കിയത് സത്യത്തിൽ എന്തിനെന്നറിയാവോ? മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് മുസ്ലിങ്ങൾ ഞങ്ങൾക്കൊരു വഖഫ് ബോർഡ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ച് നിലവിളിച്ചപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ വഖഫ് ഭൂമികൾ വിഭജനത്തോടുകൂടി ഡൽഹിയിലും ബോംബെയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല മഹാനഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും അതീവ സമ്പന്നന്മാരായ ഒരുപാട് മുസ്ലിം പ്രഭുക്കന്മാരുടെ അടക്കമുള്ള ഭൂമികൾ ഇട്ടേച്ച് വിഭജനത്തിന് ശേഷം അവർ പാകിസ്ഥാനിലേക്ക് പോയപ്പോ ആ ഭൂമിയെല്ലാം മുസ്ലിം ഇൻഡിവിജ്വൽസ്, മുസ്ലിമീങ്ങൾ അതെടുക്കാതിരിക്കാൻ, മറ്റുള്ളവരും അതെടുക്കാതിരിക്കാൻ, വ്യക്തികൾക്ക് സ്വന്തമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് അത് തങ്ങളുടേതാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? നമ്മളെപ്പോഴാ വഖഫ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്? നമ്മളെപ്പോഴാ വഖഫ് ബോർഡ് ഉണ്ടാക്കാൻ പാടുണ്ടാക്കിയേ? ഇത് വ്യക്തി കൊണ്ടുപോകരുത്. വഖഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യമാണ്. അതുകൊണ്ട് വഖഫിന്റെ ഭൂമി വഖഫ് ചെയ്യപ്പെട്ടാൽ അത് രാഷ്ട്രത്തിന്റെ കൂടി അധികാരത്തിലേക്കാണ് ഇത് വരുന്നത്. ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലടക്കം വഖഫ് ബോർഡുകൾ ഭരിക്കുന്ന ആരാ? മുസ്ലിങ്ങളാ. ചിലപ്പോ പറയും തലേക്കെട്ടുകാരായ ആരെങ്കിലും ഒരാള് അതിന്റെ ചെയർമാൻ ആയിട്ടുണ്ടാവും. ആരാ നിയമിക്കണേ? അപ്പപ്പോ ഭരിക്കുന്ന ഗവൺമെന്റാ, ഗവൺമെന്റിന്റെ നോമിനിയാണ്. ആ നോമിനിക്ക് ഗവൺമെന്റിന്റെ താല്പര്യത്തിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പദവിയാ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇന്ന് വഖഫ് ബോർഡ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഗവൺമെന്റിന്റേതാണ്. വഖഫ് ബോർഡുകളല്ല, 36 വഖഫ് ബോർഡുകൾ സ്റ്റേറ്റിന്റേതായി വൈദ്യം അല്ലാതെ ഈ 36 വഖഫ് ബോർഡുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ട്, സ്റ്റേറ്റുകളുടെയും കീഴിൽ. ഈ വഖഫ് ബോർഡുകളൊന്നും മുസ്ലിമീങ്ങൾ സമരം ചെയ്തുണ്ടാക്കിയതല്ല. മുസ്ലിമീങ്ങൾ ഇട്ടും വെച്ചും പോയ ആ വസ്തുവകകൾ അത് വ്യക്തികൾ അന്യാധീനപ്പെടുത്താതിരിക്കാൻ വേണ്ടി അതിവിടെ സംഭവിച്ചു. നിങ്ങൾക്കറിയോ, 2002 LK അദ്വാനി ഉദ്ഘാടനം ചെയ്ത മില്ലനിയം പാർക്ക് 10 ഏക്കർ ഭൂമി ഖബർസ്ഥാന് വേണ്ടി വഖഫ് ചെയ്തതാ. അതൊക്കെ നമുക്ക് സഹിക്കാം. കാരണം പൊതുസമൂഹത്തിന് വേണ്ടി നൽകിയതിൽ മുസ്ലിം സമൂഹം ഇടപെട്ടിട്ടില്ല. ഇപ്പൊ മുസ്ലിം സമുദായം അത് അരുത്, ഭേദഗതികൾ അരുതെന്ന് പറയുന്നപ്പോൾ എന്തേ ഈ സമുദായം മുമ്പേ പറഞ്ഞില്ല? നിങ്ങൾ ആലോചിക്കണം. സുപ്രീം കോടതി വിട്ടതാന്ന് പറഞ്ഞോ? റെയിൽവേ പിടിച്ചെടുത്ത ഭൂമി തരാൻ പറഞ്ഞോ? പ്രതിരോധ സേനയുടെ വസ്തുവകകൾ വഖഫിന്റേതാണ്, രേഖാമൂലം രേഖകൾ സംസാരിക്കുന്നു, തരണമെന്ന് നമ്മൾ പറഞ്ഞോ? ആർക്കിയോളജിയുടെ വസ്തുവകകൾ വിട്ടുതരണമെന്ന് പറഞ്ഞോ? എന്താ കാര്യം? വഖഫിന് രാഷ്ട്ര നിർമ്മാണത്തിൽ വഖഫിന്റെ പ്രോപ്പർട്ടികൾക്ക് ഒരു പങ്കുണ്ട്. അതുകൊണ്ട് അത് ആ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് തിരിച്ചറിയാൻ ശേഷിയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രമത കൈകാര്യം. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുതലാളിയായി മണിക്കൂറുകളോളം ജീവിക്കുകയും ചില മണിക്കൂറുകൾ അതിനുശേഷം താഴോട്ട് വരികയും ചെയ്ത സാക്ഷാൽ അംബാനിയുടെ അൻഡാലിയ എന്ന് പറയുന്ന 32 നിലയുള്ള ആഡംബര ഭവനമുണ്ടല്ലോ, അത് നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയില, ഏക്കർ കണക്കിനുള്ള വഖഫ് ഭൂമിയില. എറണാകുളം നഗരത്തിലെ 10 സെന്റിന്റെ വില പോലും കൊടുക്കാതെ അയാൾ സ്വന്തമാക്കിയപ്പോ ഇത്തരക്കാരായ ആളുകൾ, അത് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് അന്യാധീനപ്പെട്ട് രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വഖഫിന്റെ നിയമങ്ങളെ കർക്കശമായി ഉറപ്പിച്ചത് കോൺഗ്രസിന്റേതും മറ്റ് ഗവൺമെന്റുകളും ഉറപ്പിച്ചത് രാജ്യത്തിന് വേണ്ടിയാ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല. മുസ്ലിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയല്ല, രാജ്യത്തിനത് വേണമെന്നുള്ളത് കൊണ്ടാ. നമ്മളാണോ ബോർഡ് ഉണ്ടാക്കിയത്? മുസ്ലിം സമുദായം എപ്പോഴെങ്കിലും വഖഫ് ബോർഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞോ? എന്താ നമ്മൾ പറയാഞ്ഞേ? അത് പറയാതെ തന്നെ രാജ്യം അത് ചെയ്യും. കാരണം ഈ വഖഫിന്റെ ഗുണം രാജ്യം മുഴുവൻ അനുഭവിക്കുക. സുപ്രീം കോടതി ആർക്കാ അതിന്റെ ഗുണം തരുന്നത്? അതുപോലെ തന്നെ ഈ പറയപ്പെട്ട പ്രോപ്പർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ റെയിൽവേ അടക്കമുള്ളതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? ഇതൊക്കെ മുസ്ലിം സമ്പന്നന്മാർ ദാനം ചെയ്തതും വിഭജനാനന്തരം ഇട്ടും വെച്ചും പോയതുമായ
പ്രോപ്പർട്ടികൾ ഈ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിയമം നിർമ്മിച്ചത് വഖഫിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പലപ്പോഴും ഗവൺമെന്റുകൾ മുറുക്കലാ പതിവ്. കേരളത്തിന്റെ സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും മുസ്ലിങ്ങൾ ഒച്ച വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം വഖഫിന്റെ വസ്തുക്കൾ ഗവൺമെന്റിന് നാളെ ഉപയോഗിക്കാൻ കഴിയണമെന്നാണ് ഗവൺമെന്റുകൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. അവരുടെ പ്രതിനിധികളെയാണ് ആ സ്ഥാനത്ത് അവർ വെക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, 122ഓളം പ്രോപ്പർട്ടികൾ ഡൽഹിയിൽ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടികളെല്ലാം വാസ്തവത്തിൽ മുസ്ലിമീങ്ങളുടെ ദാനത്തിന്റെ ഭാഗമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെയാണ് ഇപ്പൊ മുനമ്പം വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ ഏറ്റവും വലിയ അപകടകാരികൾ, വഖഫ് ഒരു കൊള്ളസംഘമാണെന്ന് ഒരു സമുദായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിൽ എഴുതി വഖഫ് ഒരു കൊള്ളസംഘമാണെന്ന്. സഹിക്കാനാവുമോ നമുക്ക്? നമ്മൾ ആരുടെ വഖഫാണ് കൊള്ള ചെയ്തത്? ഏതെങ്കിലും ക്രൈസ്തവരുടെ പ്രോപ്പർട്ടി നാം പിടിച്ചെടുത്തെന്ന് ക്രിസ്ത്യാനികൾ ഇതുവരെ പറഞ്ഞോ? ഹിന്ദുവിന്റെ പ്രോപ്പർട്ടി പിടിച്ചെടുത്തെന്ന് ഹിന്ദു ഇതുവരെ ആരോപണം ഉന്നയിച്ചോ? ഗവൺമെന്റിന്റെ പിടിച്ചെടുത്തുവെന്ന് ഗവൺമെന്റ് ഇന്നുവരെ ആരോപിച്ചോ? സംഭവിക്കുന്നത് പലപ്പോഴും തിരിച്ചാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ വഖഫ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതിനുവേണ്ടി കോലാഹലമൊന്നും ഉണ്ടാക്കാറില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് വ്യക്തികൾ പിടിച്ചെടുക്കുമ്പോൾ അതൊന്നുകിൽ ഈ സമുദായത്തിന് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടണം. അത് യഥാർത്ഥത്തിൽ വഖഫ് അല്ലെന്ന് പറഞ്ഞു വരുമ്പോ വഖഫാണെന്ന് പറയാനുള്ള അതിന്റെ സ്റ്റാറ്റസ് നിലനിർത്താനുള്ള അവകാശത്തിന് വേണ്ടിയാണ് മുസ്ലിം സമുദായം പോരാടുന്നത്. നിങ്ങൾക്കറിയാമോ, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് മുസ്ലിമീങ്ങൾ അത് വല്ലതും ചെയ്തോ? അതാണ് മുനമ്പം വഖഫ്. മുനമ്പത്തെ വഖഫ് ഭൂമി ഇന്ന് വഖഫ് ഭൂമി അല്ല എന്ന് ഇവിടത്തെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ചെയ്യുന്ന ദ്രോഹം മുസ്ലിം സമുദായത്തോടല്ല, ഈ രാജ്യത്തോടാണ്, രാജ്യത്തെ പൊതുസമൂഹത്തോടാണ്. ഇവിടത്തെ ഹിന്ദുവിനോട്, ക്രിസ്ത്യാനിയോട്, ഒപ്പം മുസ്ലിമിനോടുമാണ് അവർ ദ്രോഹം ചെയ്യുന്നത്. ഏത് വഖഫ് ഭൂമിയാണ് വഖഫല്ലെന്ന് ഇവർ പറയുന്നത്? നോക്കൂ നിങ്ങൾ, മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ചെയ്തത് എപ്പോഴാണെന്നറിയോ? അവിടെ ഒരു കോളേജ് നിർമ്മിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തകരിൽ ഒരാളായിരുന്ന സീതി സാഹിബ്, നമ്മുടെ കേരളത്തിന്റെ സ്പീക്കറായിരുന്ന സീതി സാഹിബിനെ പോലുള്ളവർ ഒരു വലിയ ഇസ്ലാമിക സമൂഹത്തിന് കൂടി പഠിക്കാൻ സൗകര്യപ്രദമായ ഒരു പൊതുകലാലയം രൂപാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ചപ്പോൾ 1950കളിൽ ഒരു കോളേജിനെ കുറിച്ചുള്ള സങ്കല്പം, മൻ അല്ലമ ഇൽമ, ഇൽമിന് വേണ്ടി ചെയ്യുന്ന ഏർപ്പാടുകൾ വഖഫാണ്, പരലോകത്ത് പുണ്യം കിട്ടുമെന്ന. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവർ പറഞ്ഞു 5 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി വെക്കാതെ ഞങ്ങൾ ആ കോളേജിന് അഫിലിയേഷൻ തരൂല. സീതി സാഹിബിനെ പോലുള്ള പൊതുപ്രവർത്തകർ അതിസമ്പന്നന്മാരാണ് അവരൊക്കെ. അവർ നൽകാവുന്നത് ആവുന്നത്ര നൽകി. 4 ലക്ഷം രൂപയുടെ വക കണ്ടെത്തി. പക്ഷേ 5 ലക്ഷമാക്കാൻ അവർക്കാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ദീഖ് സേട്ട് എന്ന ധാരാളം വസ്തുക്കൾ, സ്വന്തമായിട്ടുള്ള ഭൂമി ധാരാളം എന്നൊക്കെ ആളുകൾക്കുണ്ട്. 1000കണക്കിന് ഏക്കറുകളാണെന്ന് സമ്പന്നന്മാരുടെ കൈവശമുള്ളത്. അങ്ങനെയുള്ള ഈ സിദ്ദീഖ് സേട്ടിനെ സമീപിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോ അദ്ദേഹം തന്റെ 404 ഏക്കർ സ്ഥലം 1 ലക്ഷം രൂപ വില വരുന്ന, അന്നത്തെ വില അതാ, 1 ലക്ഷം രൂപ 404 ഏക്കറിന് അങ്ങ് വിട്ടുകൊടുക്കുക. 404 ഏക്കറിന് ഇന്ന് വില എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് വിട്ടുകൊടുക്കുകയാണ് തന്റെ മക്കൾ അനുഭവിക്കേണ്ടത്. ഫാറൂഖ് കോളേജിന്റെ നിർമ്മാണത്തിന് വേണ്ടി, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി, ഒരു മുസ്ലിം സ്ഥാപനത്തിന് വേണ്ടിയല്ല, ഒരു അറബിക് കോളേജിന് വേണ്ടിയല്ല, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഹിന്ദു പഠിക്കുന്ന, ക്രിസ്ത്യാനി പഠിക്കുന്ന, മുസ്ലിമും പഠിക്കുന്ന, ഹിന്ദു അധ്യാപകനാകുന്ന, ക്രിസ്ത്യാനി അധ്യാപകനാകുന്ന, ആയിട്ടുള്ള മുസ്ലിമും അധ്യാപകനാകുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി 404 ഏക്കർ മാറ്റിവെച്ച ഈ ഭൂമി വഖഫ് അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട അധികാര വർഗത്തിനോടൊപ്പം സഹോദര മനസ്സോടുകൂടി ഒരുമിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ സമൂഹത്തിലെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗവും കൂട്ടുചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അവർ തിരുത്തണം, തിരിച്ചറിയണം. സൗഹാർദ്ദം ഭംഗപ്പെടുത്തിയത് കൊണ്ട്, വഖഫിനെ വഖഫല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ആരും ലക്ഷ്യം നേടാൻ പോകുന്നില്ല. ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾക്ക് നമ്മെ തമ്മിലടിപ്പിക്കലാണ് ലക്ഷ്യം. ഇത് പക്ഷെ വഖഫല്ല എന്ന് പറയുന്നവരോട് ഞാനതിന്റെ തെളിവ് പറയാം. എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ 1950 രജിസ്റ്റർ ചെയ്തത് ഇങ്ങനെയാണ്: പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ. ഇത് വഖഫാണോ അതോ വേറെ വല്ലതും ആണോ എന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നു,
ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മൊയ്തുട്ടി സാഹിബ് അവറുകളുടെ പുത്രൻ തടിക്കച്ചവടം ഉണ്ണിക്കമ്മു അവറുകൾക്ക് മുഹമ്മദ് സിദ്ദീഖ് സേട്ടു എഴുതി കൊടുത്ത വഖഫ് ആധാരം, ഇതിനെയാണ് വഖഫ് അല്ലെന്ന് പറഞ്ഞു നടക്കണേ. അതിനകത്ത് കുറെ മുസ്ലിം കോന്തന്മാരുണ്ട്. എന്താ പറയുക അവരോടൊക്കെ? എന്താ പറയുക? വഖഫ് ആധാരം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ 404 ഏക്കർ ഭൂമി, അന്ന് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ശതകോടികളാണ്, അത്രയും ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ ഇത് വഖഫ് ആധാരമാണെന്ന് എഴുതി എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ. ഇത് വഖഫ് ആധാരമാണോ എന്നിപ്പോ സംശയം ജനിപ്പിച്ച് ദാനാധാരമാണ്, പാട്ടാധാരമാണ്. അവിടെ വിവരാവകാശ പ്രകാരം ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരം എന്റെ കൈവശമുണ്ട്. 4 ആധാരങ്ങൾ എടുത്തു ചോദിച്ചു ഇത് ഏത് തരം ആധാരമാണ്. 3 ആധാരവും അത് അല്ല എന്ന് കാണിച്ചിട്ട് വഖഫ് ആധാരം എന്നതിന് ടിക്ക് കൊടുത്തിരിക്കുക. വഖഫ് ആധാരമാണ്, ദാനാധാരമോ പാട്ടാധാരമോ അത്തരത്തിലുള്ള ഒരാധാരവുമല്ല എന്ന് വിവകാരാവകാശ പ്രകാരം എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് മറുപടി കിട്ടിയിട്ടുള്ള ഈ വഖഫ് ആധാരമല്ലെന്ന് പറയുന്നവർ സത്യത്തിൽ രാജ്യദ്രോഹമല്ലേ ചെയ്യുന്നത്? രാഷ്ട്രം നിയമിച്ച നിയമത്തിനെതിരിൽ, രാഷ്ട്രം നിർമ്മിച്ച നിയമമാണ്, മുസ്ലിങ്ങൾ നിർമ്മിച്ച നിയമമല്ല. ഈ വഖഫിന്റെ പ്രൊട്ടക്ഷന്റെ നിയമം മുസ്ലിമീങ്ങളെ രക്ഷിക്കാനല്ല, വഖഫ് പ്രോപ്പർട്ടികൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുമല്ല. അത് വ്യക്തികൾ അന്യാധീനപ്പെടുത്താതെ പൊതു താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായതാ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, താഴെ വിവരം പറയുന്നതും 1 ലക്ഷം രൂപ വിലയുള്ളതുമായ, ഇത് ആധാരമാണ്, അതിന്റെ ആധാരത്തിന്റെ ആദ്യ പേജാ ഞാൻ വായിക്കുന്നേ. 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം കൽപ്പിച്ചു നടത്തുമെന്നുള്ള വിശ്വാസത്താൽ, ഇത് വഖഫാണോ അതോ ദാനാധാരമാണോ അതോ പാട്ടാധാരം എഴുതണാണോ? ഇങ്ങനെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു നടക്കണേ? ഇങ്ങനെയാണോ പാട്ടാധാരം എഴുതണേ? ദാനാധാരം എഴുതണേ ഇങ്ങനെയാണോ? ഇസ്ലാമിക വിശ്വാസപ്രകാരം കൽപ്പിച്ചു നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി ഖബറിൽ ആത്മശാന്തി കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ പ്രേരണയാൽ എന്റെ റൂഹിന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകലാവകാശങ്ങളും ഒഴിഞ്ഞ് വഖഫായി. ഇനി അദ്ദേഹത്തിന് അധികാരമില്ല, കൊടുത്ത ആൾക്ക് അധികാരമില്ല. അപ്പോഴാ അധികാരം ഞങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാൻ, വിൽക്കാൻ, കാശ് മേടിക്കാനെന്ന് ഇത് കൈപ്പറ്റിയ ആളുകൾ പറയുന്നെന്ന് ഓർക്കണം. എന്റെ എല്ലാ അവകാശങ്ങളും ഒഴിഞ്ഞ്, ഇത് മനസ്സിലാക്കണം ഈ സമൂഹം. ഞങ്ങൾ എന്തുകൊണ്ട് മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം, അതിന്റെ സ്റ്റാറ്റസ് മാനിക്കണം. അവിടെ കബളിപ്പിക്കപ്പെട്ട ആ വഖഫിന്റെ സംരക്ഷണം നടത്തേണ്ടിയിരുന്ന ഫാറൂഖ് കോളേജ് തെറ്റായ നിലയിൽ പോൾ എന്ന് പറയുന്ന ഒരു വക്കീലിന് അറ്റോർണി പദവി കൊടുത്തിട്ട്, പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് അയാളെ കൊണ്ട് വിപ്പിച്ച് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫാറൂഖ് കോളേജാണ് അതിന് ഉത്തരവാദികൾ. അവരാൽ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാശ് ചെറുതോ വലുതോ ആയ തുക കൊടുത്ത് മേടിച്ചവർ വഴിയാധാരമാകാൻ നമ്മൾ അനുവദിക്കില്ല എന്നാണ് മുസ്ലിം സമുദായം ഒന്നിച്ചു പറയുന്നത്. പക്ഷെ അതിനത് വഖഫായത് വഖഫല്ലെന്ന് പറഞ്ഞാൽ സത്യത്തിനെതിരിൽ പറയലല്ലേ? അത് ആരെ പേടിച്ചിട്ട് പറയാനാ? കാസയെ പോലുള്ള വിഷജന്തുക്കളെ പേടിച്ചിട്ടോ? അല്ലെങ്കിൽ PC ജോർജിനെ പോലുള്ള ആ പൂഞ്ഞാറിലെ തെരുവിലൂടെ അലയുന്ന ചില ജന്മങ്ങളെ പേടിച്ചിട്ടോ? അവരങ്ങനെ അച്ചപ്പാടും അലമുറയും ഇട്ടാൽ ഇത്ര ആധികാരികമായി വഖഫാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന വഖഫല്ലാതായി മാറുമെങ്കിൽ ഇവിടെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ദേവസ്വമോ സഭാസ്വത്തുക്കളോ ആരെങ്കിലും ഒച്ചയുണ്ടാക്കിയാൽ അത് അതിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുത്തണമെന്നാവൂലേ? നോക്കൂ, ഇത് സ്റ്റാറ്റസ്, ഇത് വഖഫാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ട് ആ സാധുജനങ്ങളുടെ പ്രശ്നം എങ്ങനെയും പരിഹരിച്ചോളൂ എന്നേ ഈ സമുദായം പറയുന്നുള്ളൂ. അവരെ കുടിയൊഴിപ്പിച്ച് തീരുവെന്ന് പറയുന്ന ഒരു മുസ്ലിം വ്യക്തിയുമില്ല, ഒരു സംഘടനയുമില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് വഖഫായി, 2 വട്ടമായി വഖഫായി എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതിൽപ്പെട്ട വകകളും അതിൽ നിന്നെടുത്ത ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും, റിസോർട്ട് നടത്താൻ കൊടുക്കാൻ പറ്റൂല, ബാർ നടത്താൻ കൊടുക്കാൻ പറ്റൂല, കോളേജിന്റെ വിദ്യാഭ്യാസത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഇതെടുക്കാവൂ. കാരണം അതാണ് വഖഫിൽ പ്രവാചകൻ ആവശ്യപ്പെട്ടത്, വിദ്യാഭ്യാസത്തിന് എടുക്കാവൂ.
അതാണ് ഇസ്ലാമിക ആദർശപ്രകാരം കൽപ്പിച്ചു നടത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് എന്റെ ആത്മശാന്തിക്ക് ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുക, ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും. എപ്പോഴാണ് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താവുന്നത്? ഇതിനിങ്ങനെ ക്ലോസ് ഉണ്ട്, കണ്ടീഷണലാണ് എന്നാ പറയണത് ഇപ്പൊ ചിലര്. എല്ലാ വഖഫും കണ്ടീഷണലല്ല. വഖഫ് ചെയ്ത ആള് വെക്കുന്ന ഏത് കണ്ടീഷനും ബാധകമാ. മുഴുവൻ വഖഫും കണ്ടീഷണലല്ല. അതുകൊണ്ട് കണ്ടീഷൻ വയ്ക്കാൻ വഖഫിന് അവകാശമുണ്ട്. അദ്ദേഹം പറയുകയാണ് മറ്റൊരാവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഇന്ന് ആ വസ്തു ബാറായിട്ട് ഉപയോഗിക്കുകയാണ്, ഇന്നത് റിസോർട്ടായിട്ട് ഉപയോഗിക്കുക. ഏത് നീതിബോധമാണ് മതവിശ്വാസികളും മതാചാര്യന്മാരെന്നുമാണെന്ന് പറയുന്നവരെ ആദരണീയരായ നിങ്ങളെ ഭരിക്കുന്നത്? നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണ്? നിങ്ങൾ ഏത് ക്രിസ്തുദേവന്റെ ആളുകളോ? നിങ്ങൾ കൃഷ്ണന്റെ ആളുകളോ? നിങ്ങൾ ഏത് മതത്തിന്റെ ആളുകളാണ്? നിങ്ങൾ മതത്തിന്റെ ഘാതകന്മാരല്ലേ? നിങ്ങൾ ഇത് വഖഫല്ലെന്ന് പറഞ്ഞാൽ വഖഫായിരുന്നു കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് മാന്യമായ പരിഹാരം ചെയ്യാം. ആ ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത്. വഖഫ് ആണെങ്കിൽ പോലും എന്ന് പറയുന്നതിനേക്കാൾ ഉദാരമാണോ വഖഫ് അല്ലാത്തത് കൊണ്ട് കൊടുത്തേരെ എന്ന് പറയുന്നത്? വഖഫ് ആണെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വഖഫാണെന്നത് അംഗീകരിക്കുക, അതൊരു സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ് എന്നല്ലേ മുസ്ലിം സമുദായം പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതെ വന്നാൽ, ഇതിൽപ്പെട്ട വസ്തുക്കൾ ശേഷിക്കുകയും ചെയ്താൽ. കോളേജ് ഇല്ലാതെ വന്നോ? ഇപ്പൊ കൊടുത്തളഞ്ഞല്ലോ. കോളേജ് ഇല്ലാതെ വന്നില്ല, ഇപ്പോഴും കോളേജ് ഉണ്ട്. അപ്പൊ ഇത് വേറൊരൊന്നിനും ഉപയോഗിക്കാൻ ഇന്നും പറ്റില്ല. കോളേജ് ഉണ്ടല്ലോ. കോളേജ് ഇല്ലാതെ വന്നാൽ മാത്രം വസ്തുക്കൾ ശേഷിക്കുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? അന്ന് വഖഫ് ബോർഡില്ല ഏറ്റെടുക്കാൻ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഫാറൂഖ് കോളേജിന് പിന്നെ ഞാനിത് കോളേജ് ഇല്ലല്ലോ. അപ്പൊ പിന്നെ കോളേജ് മാനേജ് കമ്മിറ്റിക്ക് പിന്നെയും അതോറിറ്റി ഇല്ല. അപ്പൊ കൊടുത്ത എന്റെ അവകാശികൾക്ക് എന്റെ താല്പര്യപ്രകാരം എന്റെ പരലോക മോക്ഷത്തിന് മറ്റേതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമായി അവർ വിനിയോഗിക്കാൻ പര്യാപ്തമായ നിലയിൽ എന്റെ അവകാശികൾക്ക്, എന്റെ പിന്തുടർച്ചാവകാശികൾക്ക് അത് മടക്കിയെടുക്കാൻ അവകാശം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് വഖഫ് ബോർഡ് ഇല്ലാത്തത് കൊണ്ടുകൂടി. അന്ന് വഖഫ് ബോർഡുണ്ടോ? അങ്ങനെ കൊടുത്ത ഈ വഖഫ് വസ്തുവിനെ ഈ രാജ്യത്ത് കലാപത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അപകടകാരികളായ ശക്തികൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്ത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രമാക്കിയ അധികാര കേന്ദ്രത്തിനാണ് ഒത്താശ ചെയ്യുന്നത്. ഇത് നാളുകളിൽ അവർക്കാണ് വിനയായി വരിക. ഇവിടെ ദേവസ്വവും ഗുരുദ്വാരയും ഒക്കെ വഖഫും ഒക്കെ ഗവൺമെന്റിന്റെ കൂടെ അണ്ടറിൽ നിരീക്ഷണത്തിന്റെ കീഴിൽ ഭരിക്കപ്പെടുമ്പോ ഒരു ഗവൺമെന്റ് നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതെ ഭരിക്കപ്പെടുന്ന സ്വത്തുണ്ടെങ്കിൽ അത് സഭാ സ്വത്തുക്കൾ മാത്രമാണ്. ഇതിനെതിരിലുള്ള നിങ്ങളുടെ ഈ വാദമുഖങ്ങൾ, ഈ സഭാധികാരികളോട് ഞാൻ പറയുക, ഞാൻ എല്ലാവരോടും ഇപ്പൊ പറയുന്നില്ല, കാരണം നമ്മുടെ പാമ്പ്ളാനി പിതാവൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു. ഈ വെറുപ്പിന്റെ തീവ്രവാദപരമായ സമീപനം കൊണ്ടൊന്നും കാര്യമില്ല. ഒരു മതവിഭാഗത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാമെന്നും പറഞ്ഞിറങ്ങിത്തിരിക്കുന്നതിനെ ഒന്നും കാസയെ പരാമർശിച്ചാ പറഞ്ഞത്. അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ബഹുമാന്യനായ പാമ്പ്ളാനി പിതാവിനെ പോലുള്ള ധാരാളം മതപുരോഹിതന്മാർ, ദൈവബോധമുള്ളവർ, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചവരുണ്ടായിരിക്കെ മുഴുവൻ ക്രൈസ്തവരെയും ഞാനിത് പറയില്ല. പക്ഷെ വഖഫ് കൊള്ളസംഘമാണെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ചില പുരോഹിതന്മാരുണ്ടല്ലോ, അവര് നാളെ മുസ്ലിം സമുദായത്തിന്റെ വഖഫ് പ്രോപ്പർട്ടികൾ ഭേദഗതിയിലൂടെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കൈവയ്ക്കാൻ അവർക്ക് മുമ്പിൽ എന്താണ് തടസ്സമെന്ന് മണിപ്പൂർ മുമ്പിൽ വെച്ച് അവർ ആലോചിക്കുന്നത് നല്ലതാണ്. അമേരിക്കയുടെ വലിയ സ്വാധീനമൊക്കെ രക്ഷിച്ചു കളയുമെന്ന് വിചാരിച്ചിട്ട് മണിപ്പൂരിലെ തീ അണയുന്നില്ല എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇവര് പറയുന്നത് അതിനകത്ത് രണ്ടാളുകൾക്ക്, അമുസ്ലിമീങ്ങളായ ആളുകൾ ഇതിനകത്ത് കയറി വരണം പോലും. സഭാസ്വത്തിൽ അക്രൈസ്തവരെ അനുവദിക്കുമോ? അവിടെ ചോദിച്ചല്ലോ, കനിമൊഴി ചോദിച്ചല്ലോ, അഖിലേഷ് യാദവ് ചോദിച്ചല്ലോ, നമ്മുടെ KC വേണുഗോപാൽ ചോദിച്ചല്ലോ, നമ്മുടെ ഇടതുപക്ഷത്തിന്റെ മിടുക്കന്മാരായ MP-മാർ ചോദിച്ചല്ലോ. എല്ലാവരും ഒരുപോലെ ചോദിച്ചു. നിങ്ങൾ എന്താ അസംബന്ധം പറയുന്നേ? മുസ്ലിം സമുദായത്തിന്റെ പൂർവികന്മാർ അവരുടെ സ്വന്തം സ്വത്ത് ദാനം ചെയ്ത് ദൈവപ്രീതിക്ക് വേണ്ടി നൽകിയത്, അത് ദൈവപ്രീതിക്ക് വേണ്ടി എങ്ങനെയാ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കല്ലേ അറിയൂ. അപ്പൊ പറയുകയാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവർ വഖഫ് ചെയ്താലും വഖഫ് ആകുമെന്നുള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കാൻ മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേര് വേണമെന്ന്. മുസ്ലിങ്ങളല്ലാത്തവര് വഖഫ് ചെയ്താൽ, അവര് മുസ്ലിങ്ങളല്ലാത്തവര് അമ്പലത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്താൽ അതിന് വഖഫ് നല്ല കൂട്ടരെ പറയുക. അവര് വേറെ ചർച്ചിന് വേണ്ടി കൊടുത്താൽ അതിനെ വഖഫ് നല്ല പറയുക.
അവർ പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ മാത്രമേ അതിന് വഖഫ് എന്ന് പറയുള്ളൂ. മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ പള്ളിക്ക് വേണ്ടി വിട്ട് വഖഫായി കൊടുത്താൽ അത് പള്ളി ആഗ്രഹിക്കുന്ന പോലെ, ഇസ്ലാം ആഗ്രഹിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാൻ അവർ കൊടുക്കണേ. അവിടെ മുസ്ലിം അല്ലാത്തവരുടെ ആവശ്യം അവിടെ ഇല്ല. അവരത് ആഗ്രഹിക്കുന്നില്ല. കൊടുക്കുന്നവർ പറയുകയാണ്. ഇതൊക്കെയാണ് ഇവർ ഉയർത്തുന്ന വാദം. മുസ്ലിമീങ്ങളല്ലാത്തവർ വഖഫ് ചെയ്താലും സാധുവാകുമെന്നുള്ളത് കൊണ്ട് ആണ് പറഞ്ഞു നിൽക്കാൻ പഴുതില്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു തൊടുന്യായം അവർ പറയുകയാ. മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പള്ളിക്ക് വഖഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാർ, ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ ഇന്നും ഗൾഫ് നാടുകളിൽ, ഞാൻ ദുബൈയിൽ പോയച്ചു വന്നതാ, അവിടുത്തെ ക്ഷേത്രം കണ്ടു. ഗൾഫിലെ ഭരണാധികാരികൾ കൊടുത്ത വമ്പൻ ക്ഷേത്രം ഞാൻ കണ്ടു. ഖത്തറിലുണ്ട്, അറബി നാടുകളിൽ പലയിടത്തുമുണ്ട്. അവരവരുടെ ഭൂമി വിട്ടുകൊടുക്കുക അവിടുത്തെ ന്യൂനപക്ഷം വരുന്ന പ്രവാസി ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ വേണ്ടി. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നു, കാവിൽ ക്ഷേത്രമുണ്ട്, അപ്പുറത്ത് മെട്രോപൊളിറ്റൻ ചർച്ചുണ്ട്, ഞാൻ നിന്ന പഴയ പള്ളിയുണ്ട്. അവിടെ എല്ലാം 1/2 ഏക്കർ വീതം എല്ലാവർക്കും വേണ്ടി നമ്മുടെ തെക്കൻകൂർ രാജാക്കന്മാർ വിട്ടുകൊടുത്തവർ നല്ലവരായിരുന്നു. അവർ ആർക്കെങ്കിലും അതെല്ലാം രാജാവ് കൊടുത്തതാ, അതുകൊണ്ട് മുഗളന്മാർ കൊടുത്ത, അതുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്നാ പറയണേ. അങ്ങനെയാണ് ഹിന്ദു രാജാവ് കൊടുത്ത എല്ലാം തിരിച്ചു പിടിക്കാൻ പറഞ്ഞ കാവിൽ ക്ഷേത്രം തിരിച്ചു പിടിക്കണ്ടേ? മെട്രോപൊളിറ്റൻ ചർച്ച് തിരിച്ചു പിടിക്കണ്ടേ? എന്ത് മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ ഇവർ വിളിച്ചു പോകുന്ന ഒരു സമുദായത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ. അപ്പൊ പറയാ പിന്നെ സ്ത്രീകൾക്ക് ഞങ്ങൾ നടത്തിയ ഭേദഗതി നല്ലതല്ലേ, സ്ത്രീകൾക്ക് അതിൽ പങ്കുകൊടുക്കുകയല്ലേ എന്നാ. ഓ, സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് വഖഫിൽ പങ്കുകൊടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മോഡിജിക്ക് സ്ത്രീകളോടുള്ള സ്നേഹം ചില്ലറയല്ലല്ലോ. സ്വന്തം ഭാര്യയെ 10-65 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിൽ പെണ്ണായ ആ ഭാര്യയെ ഒന്ന് നോക്കുകയോ ഒന്ന് ദർശിക്കുകയോ സ്പർശിക്കുകയോ പോലും ചെയ്യാൻ തയ്യാറാകാതെ ഒരു സ്ത്രീയോടുള്ള മനുഷ്യത്വത്തിന്റെ 7 അയലത്ത് പോലും കടന്നു പോകാത്ത ആളാണത്ര മുസ്ലിം സ്ത്രീ. 40 പേരെ തീയിട്ട് ചുടാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയെന്ന് രാജ്യം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ സക്കിയ ജാഫ്രി ഇന്നലെയാണ് മരിച്ചത്. ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് കാണാത്ത മനുഷ്യൻ മുസ്ലിം പെണ്ണിനെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിൽ അവളുടെ പ്രാതിനിധ്യം കൊടുക്കാൻ പോലും കേമമായി പോയി. ഇതൊക്കെ വിശ്വസിക്കണം പോലും നമ്മൾ. ഇതൊക്കെ അങ്ങ് വിശ്വസിക്കുന്നവർ ബുദ്ധിമാന്മാരും തെറ്റാന്ന് പറയുന്നവർ മന്ദബുദ്ധികളുമാണെന്ന് അവർ പറയുന്നത്. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ? അയം നിജ പരോവേദി ഗണനാം ലഘുചേതസ. ഈ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സും പേര് നടക്കാതെ മനുഷ്യനാകാൻ നോക്ക്. മനസ്സുകൊണ്ട് ആകാശത്തോളം വളരാൻ ശ്രമിക്ക്. പരലോക സീമകളിൽ, സ്വർഗസീമകളിൽ ചേക്കേറാൻ അതാണ് ഉപകാരപ്പെടുക എന്നേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഭേദഗതികൾ നടപ്പിൽ വരുത്തി ഇവര് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വഖഫിന്റെ പ്രൊട്ടക്ഷൻ അല്ല. ഇതുപോലെ രാജ്യനിവാസികൾക്കെന്നും മുതൽക്കൂട്ടായി മുസ്ലിം സമുദായത്തിന്റെ പൂർവികന്മാരുടെ ഉദാര മനസ്ഥിതി കൊണ്ട് നൽകപ്പെട്ട് ഈ രാജ്യം അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടികളെല്ലാം അണ്ടാലിയ അംബാനി പിടിച്ചെടുത്തതുപോലെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള അവകാശമാണ് ഇവർ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ, ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഈ വഖഫ് നിയമത്തെ ഇത്ര ശക്തമാക്കിയത് വ്യക്തികളെ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യം വന്നാൽ അത് സർക്കാർ എടുത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാക്കാൻ വേണ്ടിയാണ്. ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികൾ? ആരാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികൾ? ഇവരല്ലേ രാഷ്ട്രദ്രോഹികൾ? ഈ രാജ്യദ്രോഹികളോടൊപ്പം നിൽക്കലല്ല, രാഷ്ട്രധർമ്മം മാനിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വഖഫ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു വലിയ ഇസ്ലാമിക് സൊസൈറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷനായി ലോകത്തെന്നും വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാ. ഒരു ഇസ്ലാമിക സൊസൈറ്റി എന്തിനാണ് വഖഫ് ചെയ്യുന്നറിയോ? ഇസ്ലാമിലെ സംസ്കാരത്തിലെ ഭരണ സംവിധാനത്തിന് പൊതുജനാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ സമ്പന്നരായ സ്വകാര്യ വ്യക്തികളെ ദാനത്തിന് പ്രേരിപ്പിച്ച് ക്ഷേമ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഏർപ്പാടാക്കിയ വഖഫ് സംവിധാനത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ കാലത്തും ആ സമൂഹത്തിൽ ജീവിച്ച ജനങ്ങൾ കടന്നുപോയത്. വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച്, വഖഫിന്റെ ഭക്ഷണം കഴിച്ച്, വഖഫിന്റെ ഖബറുകളിൽ, ഖബർസ്ഥാനുകളിൽ അന്തി ഉറങ്ങുന്ന ഒരു സമൂഹ ഘടനയെയാണ് വഖഫിലൂടെ ഇസ്ലാം സൃഷ്ടിച്ചെടുത്തത് എന്ന് സാമൂഹിക ചിന്തകന്മാർ വിവക്ഷിച്ചതും വിലയിരുത്തിയതും ഈ അർത്ഥത്തിലാണ്. അത് സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്നതാണ്. ഇന്നും ഫാറൂഖ് കോളേജിൽ ലക്ഷക്കണക്കിന്, നിങ്ങൾക്കറിയാമോ, മണപ്പാടൻ മുഹമ്മദ് ഹാജി ഫാറൂഖ് കോളേജിന് നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞു 150 ഏക്കർ കൊടുത്തു. അത് കൊടുത്തപ്പോ NSS വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താന്ന്, 25 ഏക്കർ അവർക്കും കൊടുത്തു. SNDP വന്നിട്ട് പറഞ്ഞു, R ശങ്കർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താന്ന്, 25 ഏക്കർ അവർക്കും കൊടുത്തു. അദ്ദേഹം ഞാനും കൂടിയുള്ള ഒരു വേദി ചങ്ങനാശ്ശേരി വെച്ച് ഒരിക്കൽ പ്രസംഗിച്ചതാ. ഇങ്ങനെ കൊടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഇതൊക്കെ ആർക്കാ ഉപകാരപ്പെട്ടെ?
അതൊക്കെ ഭൂമി വഖഫ് ചെയ്താൽ കിട്ടുന്ന ഈ മുസ്ലിം സമ്പന്നന്മാർ എന്നും അത് ചെയ്തിട്ടുണ്ട്. ഇതില്ലെന്ന് പറയുമ്പോഴാണ് ഞാൻ പണ്ടൊരിക്കൽ പ്രഭാഷണത്തിൽ ചോദിച്ചതുപോലെ ഇവിടെ പല ക്രൈസ്തവ സമൂഹത്തിന്റെയും, ഞാൻ ക്രൈസ്തവ സഹോദരരെ വിമർശിക്കാൻ പറയല്ല, ഈ ദുർന്യായങ്ങളുടെ പുറകെ പോയി വെറുപ്പിന്റെ ശക്തികൾക്ക് ഒത്താശ ചെയ്യുന്ന ചില പുരോഹിതന്മാരും ചില ക്രൈസ്തവ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇവിടെ SD കോളേജ് കാഞ്ഞിരപ്പള്ളിയുടെ നഗരഹൃദയത്തിൽ, ഞാൻ വരുന്ന ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, അതുപോലെ തന്നെ SB കോളേജ് ചങ്ങനാശ്ശേരിയിലെ, ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ ഉള്ളതാ? നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ വന്നു ചേർന്നതാ? പൂർവികന്മാരാരും വഖഫ് ചെയ്തതല്ലല്ലോ, ഒന്നും അല്ലല്ലോ. അതേസമയം ഞങ്ങളുടെ പൂർവികന്മാർ വഖഫ് ചെയ്തതാണെന്ന് രേഖയില്ലാത്ത ഒന്നിലും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കാറില്ല. അവകാശവാദം ഉന്നയിക്കുന്നത് പോയിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ പോലും വേണ്ടത്ര ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് വഖഫിനെ വഖഫ് അല്ലെന്ന് പറയുമ്പോൾ വഖഫാണെന്ന സ്റ്റാറ്റസ് അംഗീകരിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അവിടെ കബളിപ്പിക്കപ്പെട്ട പാവം ജനതയെ പുറന്തള്ളണമെന്നും ഞങ്ങൾ പറയുന്നില്ല. തികച്ചും ഉദാരമായ ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ അവരുടെ കൈവശമുള്ള വഖഫ് ഭൂമികൾ കൊണ്ട് ഈ രാജ്യത്ത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരുപാട് പള്ളിപ്പറമ്പുകൾ, ഇന്ന് 25 ഏക്കറുള്ള ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്തവനാ. ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ ഇന്നും കയ്യിൽ കാശില്ല. ഇങ്ങനെയാ നമ്മൾ വഖഫ് ഭൂമിയെ കൈകാര്യം ചെയ്യണേ, മനസ്സിലായില്ലേ? 40 ഏക്കർ ഭൂമി വഖഫുണ്ട്. ഞാൻ അറിയുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് 40 ഏക്കർ ഭൂമി വഖഫുണ്ട്. അവിടെ പഠിക്കുന്ന അന്തേവാസികൾക്ക് വേണ്ടത്ര സൗകര്യം നൽകാൻ കഴിയുന്നില്ല. ഇങ്ങനെ സ്വന്തം സമൂഹത്തിന് പോലും ഉപകാരം ചെയ്യാൻ കഴിയാതെ വഖഫിനെ ദുരുപയോഗം ചെയ്യുന്നവരായി വഖഫിന്റെ മുത്തവല്ലിമാർ പലപ്പോഴും മാറിയപ്പോഴാണ് വഖഫിന്റെ മൂല്യം തിരിച്ചറിയാൻ ഈ രാഷ്ട്ര ജനതയ്ക്ക് കഴിയാതെ പോയത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനതയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. വഖഫ് അത് സംരക്ഷിച്ചത് ഇന്നലകളിൽ രാഷ്ട്ര ദൗത്യത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഗവൺമെന്റുകളാണ്. അത് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയല്ല. ഞങ്ങളുടെ വഖഫുകൾ ഞങ്ങൾ നോക്കിക്കോളാം. അതിനെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കൂടി ബാധ്യതയാണെങ്കിലേ അത് രാഷ്ട്രത്തിന് ഉപകാരപ്പെടുകയുള്ളൂ എന്ന ഈ സന്ദേശം, ഈ എഡ്യൂക്കേഷൻ ഈ രാജ്യനിവാസികൾക്ക് നൽകാനാണ് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് ആഗ്രഹിക്കുന്നത്. വെറുപ്പിന്റെ ശക്തികൾ വളർന്നാൽ വീണ്ടും രാജ്യം വിഭജനത്തിലേക്ക് തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ കലാപത്തിലേക്ക് കടന്നു പോകുമോ എന്ന് ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിന് കനത്ത ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദര സമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ തുറന്നു കാട്ടിക്കൊണ്ട് വസ്തുതകൾ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഞങ്ങൾ പറയുന്നു, ഇനി എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് രേഖകളെല്ലാം അനുകൂലമാണ്. വഖഫിന്റെ രേഖയാണ് ഞാൻ പറഞ്ഞത്. ഈ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സ്റ്റാറ്റസ് അത് വിൽക്കാൻ പാടില്ല, കരമടയ്ക്കാൻ പാടില്ല, അടയ്ക്കാൻ അനുവാദം കൊടുത്തത് തിരുത്തിയിട്ട് കോടതികൾ, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വഖഫ് ബോർഡല്ല പ്രഖ്യാപിച്ചത്. ഇവര് പറയുന്നു വഖഫ് ബോർഡ്, വഖഫിന്റെ ട്രിബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് കോടതിയില്ലെന്ന്. വഖഫിന്റെ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഏതോ മുസ്ലിയാരാണെന്ന് തോന്നുന്നു, അൽഖാസിമിയാണെന്ന്. വഖഫിന്റെ ട്രിബ്യൂണൽ പലപ്പോഴും ഇരിക്കുന്നത് ക്രിസ്ത്യാനിയാ. വഖഫിന്റെ ട്രിബ്യൂണലിൽ ഇരിക്കുന്ന പലപ്പോഴും ഹിന്ദുവാ. അവരാണ് വിധി പറയുന്നത്. ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെ അലിയാർ കാസിമിയായിരിക്കുന്നെന്ന് തോന്നും. ആ നിലയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അല്ല മുസമ്മൽ കൗസരിയാന്ന് അല്ലവിടെ. വഖഫ് ട്രിബ്യൂണൽ ഹിന്ദുവും ക്രിസ്ത്യാനിയുമായ രേഖകൾ വെച്ചാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത്. വേണ്ട, കോടതി പരിശോധിക്കില്ലെന്ന് പറഞ്ഞു. മുനമ്പത്തെ വഖഫ് ഭൂമി വഖഫാണെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചതാ. ഇവര് വെല്ലുവിളിക്കുന്നത് കോടതിയല്ലേ? ഇവര് രാജ്യദ്രോഹ കോടതിയെ ലക്ഷ്യമല്ലേ പ്രവർത്തിക്കുന്നത്? ഇവരെയൊക്കെ തുറുങ്കിലടയ്ക്കേണ്ട ദൗത്യമാണ് ഗവൺമെന്റ് നിർവഹിക്കേണ്ടത്. എങ്കിലേ രാജ്യത്തെ സ്വൈരം നിലനിൽക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മിച്ച നിയമത്തെ മാനിക്കാൻ രാജ്യത്തെ എല്ലാ പൗരനും അവകാശമില്ലേ? ആ അവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്ത് വൈരം വിതയ്ക്കാൻ ശ്രമിക്കുമ്പോ ഇതരുതെന്ന് പറയേണ്ട ബാധ്യത നമ്മൾ എഡ്യൂക്കേറ്റ്. പണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ട്, ശബരിമലയിൽ തന്ത്രി കുടുംബത്തിൽ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാ. അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളും നമുക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പക്ഷേ മതവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. ലക്ഷ്യം നേടാൻ പലതും ഉണ്ട് ഹിന്ദുവിന്. പക്ഷെ അത് ഹിന്ദുവും മുസ്ലിമും തമ്മിലടിച്ചിട്ട് വേണ്ട, സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, സംവരണം കൊണ്ട് മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്നുള്ള RSS പ്രചാരണമൊക്കെ എന്റെ വീട്ടിലും കേട്ടു വളർന്നവനാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരിക്കൽ ഒരു മുസ്ലിം MLA ഇരിക്കുന്ന സദസ്സിൽ വെച്ച് സംവരണത്തിനെതിരിൽ അതിനിശ്ചിതമായി പ്രസംഗിച്ചു. ആ MLA എല്ലാം കേട്ടി ചിരിച്ചിട്ട് കയ്യും തന്ന് ഇറങ്ങിപ്പോയി.
പക്ഷെ പിന്നെ ഞാൻ സ്വയം പഠിച്ചപ്പോഴാണ് സംവരണത്തിലൂടെ മുസ്ലിങ്ങൾ ഒന്നും തട്ടിയെടുത്തിട്ടില്ല, അവരുടെ അവകാശം പോലും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അധികമായി ടോളറേറ്റ് ചെയ്യരുത്, ഒരുപാട് സഹിഷ്ണുത കാണിച്ച് സത്യം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകരുത്. എന്നാൽ നിങ്ങൾ എക്സ്ട്രീം ആവുകയും ചെയ്യരുത്, തീവ്രവാദ സമീപനവും സ്വീകരിക്കരുത്. മറിച്ച് നിങ്ങൾ ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, വിദ്യാഭ്യാസം ചെയ്തു തരിക, ഞങ്ങൾക്ക് പറഞ്ഞു തരിക കാര്യങ്ങൾ, അത് നിങ്ങൾ ചെയ്തിരിക്കണം. ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ കുന്നത്തൂർ താലൂക്ക് ഇതിന്റെ ഞങ്ങളുടെ ആദരണീയനായ ഉസ്താദ് ബഹുമാനപ്പെട്ട മല്ലാഹിരി ഉസ്താദ് ജില്ലയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഇന്നും ചെറുപ്പക്കാരന്റെ ഊർജ്ജസ്വലതയോട് ഉപദേശ നിർദ്ദേശങ്ങളോടും കൂടി ജമിയത്തുൽ ഉലമാ ഹിന്ദ് പറയുന്നു, ഞങ്ങൾ ഈ രേഖകളെല്ലാം കോടതിക്ക് മുമ്പിൽ വെക്കും, കോടതി വിധി എതിരായാലും ഞങ്ങൾ അംഗീകരിക്കും. ബാബരി മസ്ജിദ് കണ്ടില്ലേ, ഞങ്ങൾക്ക് നൊമ്പരമുണ്ട്, ആ വിധി തെറ്റാണ്, പക്ഷെ ഞങ്ങൾ അംഗീകരിക്കാതിരുന്നോ? കലാപം കൂട്ടിയോ? കോടതിയിൽ പറയൂ നിങ്ങൾക്ക് ന്യായമുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു സമുദായത്തെ രാഷ്ട്രദ്രോഹികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് രാജ്യക്കൂറുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞങ്ങൾ വിധി പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹത്തായ ഈ ദൗത്യമേറ്റെടുത്ത് ഇങ്ങനെ മനോഹരമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരങ്ങൾ, കൂട്ടുകാർ, അവർക്കെല്ലാവർക്കും പടച്ചതമ്പുരാൻ നല്ല പ്രതിഫലം നൽകട്ടെ. ഇതൊരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ്. വെറുപ്പ് കൊണ്ട് ഒരു രാജ്യം ഇല്ലാതാവുകയാണ്. വെറുപ്പുൽപാദിപ്പിച്ചാണ് ഒരിക്കൽ നമ്മൾ പിളർക്കപ്പെട്ടത്. ഇനിയും അത് സംഭവിക്കരുത്. കലാപത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തരുത്.